നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 29 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മാനസികമായും സാമ്പത്തികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ദിവസമാണിത്. മാതാവിനോ മാതൃസ്ഥാനത്തുള്ളവർക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്വസിച്ചവരിൽ നിന്ന് വഞ്ചന നേരിടാൻ ഇടയുള്ളതിനാൽ ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. അപ്രതീക്ഷിതമായ ധനലാഭം തേടിയെത്തുന്ന ശുഭദിനമാണിത്. കല, സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കരിയറിലെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പഴയ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ലഭിക്കുന്ന അവസരം മനസ്സിന് സന്തോഷം നൽകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ തർക്കങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസികമായ അസ്വസ്ഥതകൾ അലട്ടിയേക്കാം. പുതിയ ബന്ധങ്ങൾ വഴി ധനനഷ്ടമോ മാനഹാനിയോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം വേദികൾ പങ്കിടാനും അവസരം ലഭിക്കും. ബാങ്കിംഗ്, ധനകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്ന ദിവസമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പ്രിയപ്പെട്ടവരുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കേസ് വഴക്കുകൾക്കും ശത്രുത വർദ്ധിക്കാനും സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് ഗുണകരമാകും. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണയും അംഗീകാരവും ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ അവസരങ്ങൾ വന്നുചേരും. ബന്ധുസമാഗമം, ദാമ്പത്യ ഐക്യം, ധനലാഭം എന്നിവ ഈ രാശിക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാനും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനും സാധ്യതയുണ്ട്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ തീരുമാനമെടുക്കും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനം തോന്നുന്ന സാഹചര്യം ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും സുഖപ്രദമായ ഉറക്കം ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായ പുരോഗതിയും മനസ്സമാധാനവും ഈ രാശിക്കാർക്ക് ഇന്ന് അനുഭവപ്പെടും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. ധനനഷ്ടം, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, അപമാനം എന്നിവ ഉണ്ടാകാതെ നോക്കണം. ജലാശയങ്ങളിൽ നിന്നുള്ള ഭയത്തിന് സാധ്യത കാണുന്നതിനാൽ മുൻകരുതൽ എടുക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.